അപ്പൂന് ഇത്രേ ഉള്ളൂ. കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. 40 വർഷക്കാലത്തോളമായി ദേശമംഗലം സെന്ററിൽ വ്യാപാര സ്ഥാപനം നടത്തി വന്നിരുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് മുൻ പ്രസിഡന്റ് കൂടിയായ മാളിയേക്കൽ അബ്ദുൾ റഷീദിന്റെ വിയോഗത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. ദേശമംഗലം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രവർത്തക സംഘ സമിതി അംഗവും ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റുമായ ജി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. 2026 ഏപ്രിൽ 17 എന്നുള്ള ഒരു ദിവസം, ആ ഒരു ദിനം ദേശമംഗലത്തുകാർക്ക് അടുത്ത കാലത്തൊന്നും മറക്കാൻ കഴിയുന്ന ഒരു ദിനമായിട്ട് കരുതുന്നില്ല. അത്രമേൽ ഇഴുകിച്ചേർന്ന ദേശമംഗലത്തിനോട് എല്ലാവരോടും, ദേശമംഗലത്തിൻ്റെ നാനാ മുഖങ്ങളിലുള്ള പ്രതിഭകളോടും അപ്രതിഭകളോടും ഒക്കെ തന്നെ സൗഹൃദം മാത്രം വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുൾ റഷീദിൻ്റേത്. ഏവരോടും ഏതു രീതിയിലാണെങ്കിലും എത്ര പ്രകോപനമുണ്ടായാലും ചിരിക്കുന്ന മുഖത്തോടെ മാത്രം അതിനെ പ്രതികരിച്ചിരുന്ന, ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല റഷീദ് പ്രകോപിതനായിട്ടുള്ളൊരു സംഭാഷണം. എൻ്റെ ഈ ദേശമംഗലത്തിൻ്റെ അനുഭവ സമ്പത്തിൽ ഒരിക്കലും റഷീദിനെ സംബന്ധിച്ച് പ്രകോപനപരമായ ഒരു ടോക്കിൻ്റെ അവസ്ഥയിലേക്ക് റഷീദിനെ ഞാൻ കണ്ടിട്ടില്ല. വർക്കിംഗ് പ്രസിഡന്റ് എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സുരേഷ് ബാബു, ട്രഷറർ പി നന്ദകുമാർ, മുൻ ജനറൽ സെക്രട്ടറി അഷ്റഫ് ദേശമംഗലം, എക്സിക്യൂട്ടീവ് അംഗം കെ പി സുകുമാരൻ എന്നിവർ അബ്ദുൾ റഷീദിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എ ബഷീർ, സി ബാലകൃഷ്ണൻ, എൻ ജയരാജ്, പി കെ അജയ്കുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. You are watching VCV News.